നമുക്കൊരു യാത്ര പോയാലോ? എങ്ങോട്ടാ പോവാ? വയനാട്ടിലേക്കായാലോ? അതെ, വയനാട്ടിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. വയനാട്ടിലേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ വയനാട്ടിലേക്ക് എന്താ സേഫ് ആണോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ നമ്മൾക്ക് ഏറ്റവും റൈറ്റ് ടൈം ഇതാണ്. കാരണം വയനാടിനൊരു കൈത്താങ്ങും കൂടിയാണ് നമ്മളുടെ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ. അപ്പോൾ സപ്ത റിസോർട്ട് ആൻഡ് സ്പാലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അവിടുത്തെ റൂമിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റൂമിനോട് ചേർന്നിട്ട് ഡ്രസ്സിങ് ഏരിയയോട് അടുപ്പിച്ച് തന്നെയാണ് ഈ ഒരു ടോയ്ലറ്റും അതേപോലെ വാഷ് ഏരിയയും ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു റൂമും നമ്മളുടെ വാഷ് ഏരിയയും തമ്മിൽ വേർതിരിക്കാനായിട്ട് ഒരു ഗ്ലാസിൻ്റെ ഒരു സെപ്പറേഷനാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെ നമുക്കൊരു ബാൽക്കണിയുണ്ട്. റൂമിനോട് ചേർന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. ഈ ഒരു സപ്ത റിസോർട്ട് ആൻഡ് സ്പാൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ട് മുന്നിൽ തന്നെ വയലും പാടങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്തു ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ചുറ്റി കണ്ടിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചുറ്റി കാണാനായിട്ട് പോണത്. ആലു പൊറാത്ത ഉണ്ട്, പൂരി ഉണ്ട്, ചനാ ഭട്ടൂര ഉണ്ട്. അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്തത്. ഡ്രൈ ഫ്രൂട്ട്സ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഓഫ് കേരളയുടെ ഒരു മീറ്റപ്പിനാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിലേക്ക് ജസ്റ്റ് ഒന്ന് വന്നിട്ട് വീണ്ടും നമ്മൾ പുറമുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് പോവുകയാണ്. ഇവിടെ ജിമ്മും അതേപോലെ തന്നെ പ്ലേ ഏരിയയും സ്പാ ഏരിയയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് വൈകുന്നേരത്തെ ഒരു ചായപ്പീടിയാണ്. നമ്മളുടെ പഴയകാല ഓർമ്മകളൊക്കെ ഉള്ള കുറച്ച് മുട്ടായികളും ആ ഒരു രീതിക്ക് തന്നെയാണ് ഇവിടുത്തെ സെറ്റ് ചെയ്തിട്ടുള്ളതും. പഴയ കാലങ്ങളെ അനുസ്മരിക്കുന്ന സമോവറിൽ ചായയും അതേപോലെ തന്നെ ഈ റേഡിയോ, പഴയ മാഗസിൻസ്, അതേപോലെ തന്നെ സിനിമയുടെ പോസ്റ്ററുകൾ അങ്ങനെയൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരു ആ ഒരു ഏജിലുള്ള ആളുകൾക്കൊക്കെ കാണുമ്പോൾ അവർക്ക് ശരിക്കും ഒരു നൊസ്റ്റാൾജിയ തന്നെയാണ്. നമ്മൾക്കിത് കാണുമ്പം പഴമയിലേക്കുള്ളൊരു തിരിച്ചുപോക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കലും കൂടെ ആയിരിക്കും നമുക്കിത് കാണുമ്പോൾ. അങ്ങനെ ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുമ്പോൾ അറിയാലോ, നല്ലൊരു തണുത്തൊരു കാറ്റും ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ള ഒരു നല്ലൊരു കാലാവസ്ഥയാണ് എപ്പോഴും വയനാട്ടിലേക്ക് ഉള്ളത്. അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു റിസോർട്ടും കൂടെയാണ് കേട്ടോ ഈ ഒരു സപ്ത റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറയുന്നത്. ഇത് സുൽത്താൻ ബത്തേരിയാണ് വരുന്നത്. അപ്പോൾ നമ്മളൊരു ഈവനിങ് നമ്മളിങ്ങനെ സ്നാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി വീക്കെൻഡ് എവിടെ ഫാമിലിയുമായിട്ട് നമ്മൾ ചിലവഴിക്കാന്നുള്ളത് കാര്യത്തിൽ നമുക്കിനി സപ്ത റിസോർട്ട് ആൻഡ് സ്പായിലേക്ക് ഒന്ന് വന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഒരു ദിവസം നമുക്കൊന്ന് മൈൻഡ് റീഫ്രഷ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ റിസോർട്ട് ആൻഡ് സ്പായിലെ വിശേഷങ്ങൾ. ഫുൾ വീഡിയോ നമ്മളുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന. സ്റ്റേ ട്യൂൺ. താങ്ക് യു ഫോർ വാച്ചിങ് അനുജ വിജയ് വ്ലോഗ് സ്റ്റോറീസ്.